ഒരു കൃത്യമായി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. CPM-ഉം കോൺഗ്രസും അവർക്ക് പേടി വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരു ഭയം വന്നിട്ടുണ്ട് എന്ന് അതിൽ ഒരു സംശയം ഞങ്ങൾക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് കുറച്ച് നമ്മളെല്ലാവരും ആലോചിച്ചാൽ, ഞങ്ങൾ 7-ാം തീയതി മാർച്ച് മുതൽ തുടങ്ങിയ ഒരു ക്യാമ്പയിനായിരുന്നു CPM കോൺഗ്രസ് രണ്ടല്ല ഒന്നാണ്. അത് ഔട്ട്ഡോർ ക്യാമ്പയിനും ഡിജിറ്റൽ ക്യാമ്പയിൻ വഴി നന്നായി ആ ക്യാമ്പയിൻ വൈറലാവുന്ന സമയത്താണ് കഴിഞ്ഞ 3 ദിവസം ആയി നമ്മൾ കാണുന്നത്, കോൺഗ്രസ് പറയുന്നു CPM BJP-ൻ്റെ B ടീമാണ്, CPM പറയുന്നു കോൺഗ്രസ് BJP-ൻ്റെ B ടീമാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 2 കാര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ. ഒന്ന്, ഈ രണ്ടല്ല ഒന്നാണ് എന്ന് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. അതിൻ്റെ ഉദാഹരണം ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഉദാഹരണം ശബരിമല കൊള്ള, ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം രാഷ്ട്രീയം, പിന്നെ വികസനമില്ലായ്മ, അഴിമതിയും ചെയ്യുന്ന 2 പാർട്ടി CPM-ഉം കോൺഗ്രസ് ആണെന്ന് ഈ 3 ഉദാഹരണമായിട്ട് ഞങ്ങൾ പറയുന്നത്. CPM കോൺഗ്രസ് രണ്ടല്ല ഒന്നാണ്. അതിൻ്റെ അപ്പുറം ഈ 2 പാർട്ടി അവരുടെ നിലപാട് കഴിഞ്ഞ ഈ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അവർ എന്തെല്ലാം ചെയ്തു ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒന്നാമത്തെ കാര്യം അതായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതുകൊണ്ട് അവർക്കൊരു പെട്ടെന്ന് ഒരു അർജന്റായിട്ട് മുസ്ലിം വോട്ടിനെ എങ്ങനെയെങ്കിലും പിടിക്കണം, 100% അത് കൺസോളിഡേറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം. അത് എന്ത് ചെയ്തിട്ടാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്? അവരുടെ മനസ്സിലെ, ഞാനല്ല പറഞ്ഞത്. CPM-ന് പോകുന്ന മുസ്ലിം വോട്ടിനെ എങ്ങനെയെങ്കിലും പിടിക്കാൻ CPM BJP-ൻ്റെ B ടീമാണെന്ന് പ്രചരിപ്പിക്കാം. മറുവശത്തൊരു CPM ഉണ്ടല്ലോ. CPM-ഉം കോൺഗ്രസിൻ്റെ ഒരു മിനി വെർഷൻ അല്ലേ. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, അല്ല രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിൻ്റെ BJP-ൻ്റെ B ടീം. അപ്പോൾ ഇതിന് പിന്നിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർക്കറിയാം ജനങ്ങൾ ഇത് ഏറ്റെടുക്കുന്നുണ്ട്, ഈ 2 പാർട്ടിയും രണ്ടല്ല ഒന്നാണ്. രണ്ടാമത്തെ കാരണം, അവർക്ക് മനസ്സിലാവുന്നുണ്ട് പണ്ട് കാലത്തെ ഇലക്ഷന് പോലെ മുസ്ലിം സഹോദര സഹോദരിമാരും ഇവരെ രാഷ്ട്രീയത്തിൻ്റെ ഇരകളാവാൻ അവർക്കും താല്പര്യമില്ല. അതിനുവേണ്ടി ഒരു പ്രചരണം നടത്തുന്നു. അതിൻ്റെ ഭാഗമായി ഈ CPM കോൺഗ്രസ് രണ്ടല്ല ഒന്നാണ്. അതിൻ്റെ ഭാഗമായി എനിക്ക് കുറച്ച് തെളിവ് മുമ്പോട്ട് വയ്ക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ വയ്ക്കുന്നു. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നും ഓർമ്മയുണ്ട്, ഈ ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും ഭീകരമായ അഴിമതി നടന്നത് 2004 മുതൽ 2014 UPA സർക്കാരായിരുന്നു, കോൺഗ്രസിൻ്റെ സർക്കാരായിരുന്നു. കോൾഗേറ്റ്, 2G സ്കാം, കോമൺവെൽത്ത് സ്കാം, ഇതെല്ലാം നടന്നത് 2004 മുതൽ 2009 വരെ. ഫാർമേഴ്സ് ലോൺ സ്കാം നടന്നത് 2004 മുതൽ 2009 വരെ. ഈ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്നത് ആരുടെ പിന്തുണയായി ഉണ്ടായിരുന്നു 2004 മുതൽ 2009 വരെ? ഓർമ്മിക്കണം, CPM ആയിരുന്നു കോൺഗ്രസിൻ്റെ പാർട്ട്ണർ 2004 മുതൽ 2009. ഇത് മറക്കരുത്, ഞാൻ മറക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇന്ന് ആരാണ് ആരുടെ B ടീം എന്ന് ഒരു സാധാരണ മലയാളിയോട് ചോദിച്ചാൽ, ഞാൻ ഇനിയും പറയാണ്ട്, ഇപ്പോൾ തുടക്കമാണ്,
പിന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി, ഭരിക്കുന്ന പാർട്ടിയായിരുന്നു CPM. എല്ലാം ശരിയാവുമെന്ന വാഗ്ദാനം കൊടുത്ത് മാൻഡേറ്റ് കിട്ടിയ പാർട്ടിയായിരുന്നു CPM. ഒന്നും ശരിയായില്ല. പക്ഷേ ഓരോരോ കൊല്ലം 10 കൊല്ലത്തിൽ ഈ ബഡ്ജറ്റിൻ്റെ സമയത്ത് ഡിമാൻഡ് ഫോർ ഗ്രാൻസ് വരുമ്പോൾ പ്രതിപക്ഷ പാർട്ടി എന്തെങ്കിലും പറഞ്ഞോ? കഴിഞ്ഞ 10 കൊല്ലം ഞാൻ വായിച്ചു പഠിച്ചിട്ടുണ്ട്. ഒരു ചുക്കും പറഞ്ഞില്ല. അപ്പൊ എന്തുകൊണ്ട്? കാരണം CPM കോൺഗ്രസ് രണ്ടല്ല ഒന്നാണ്, ഒന്നായിരുന്നു കഴിഞ്ഞ 10 കൊല്ലം.